കേരളം മൊത്തത്തിൽ നൽകിയിട്ടുള്ള വലിയ പിന്തുണയുടെ ഭാഗമായി ഇന്ന് രാജ്യത്താകമാനം ചർച്ച ചെയ്യുന്നൊരു വിഷയമായിട്ട് PU ചിത്രക്ക് നേരിടേണ്ടി വന്ന അവഗണന മാറിയിരിക്കുകയാണ്. PU ചിത്ര ലോക അത്ലറ്റിക് മീറ്റിന് മത്സരിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ യോഗ്യതയും ഉണ്ടായിട്ടും PU ചിത്രക്ക് പങ്കെടുക്കാനുള്ള അവസരം ദൗർഭാഗ്യകരമായി നിഷേധിക്കുന്ന സമീപനമാണ് ഇന്ത്യൻ അത്ലറ്റിക് ഫെഡറേഷൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. നമ്മൾ പുരാണങ്ങളിൽ കേട്ടിട്ടുണ്ട്, ഗുരുവിൻ്റെ അടുത്ത് പോയി വിദ്യ അഭ്യസിക്കാൻ ശേഷിയില്ലാത്ത ആദിവാസിയായിട്ടുള്ള ഏകലവ്യൻ അദ്ദേഹത്തിൻ്റെ ഒരു പ്രതിമയുണ്ടാക്കി അതിന് മുമ്പിൽ നിന്നുകൊണ്ട്, അതിനെ ഗുരുവായി കണ്ടുകൊണ്ട് നിന്നുകൊണ്ട്, ദ്രോണരുടെ പ്രതിമക്ക് മുമ്പിൽ നിന്നുകൊണ്ട് പരിശീലനം നടത്തുകയും അങ്ങനെ മികച്ച ഒരു അഭ്യാസിയായി മാറുകയും ചെയ്യുന്നത് കണ്ടു. എന്നാൽ ആ അഭ്യാസിയായത് താൻ പഠിപ്പിച്ച ശിഷ്യന്മാരെക്കാൾ, അല്ലെങ്കിൽ ഞാൻ പഠിപ്പിച്ച സവർണരായിട്ടുള്ള ശിഷ്യന്മാരെക്കാൾ ഉയർന്ന നിലയിലേക്ക് ഒരു അവർണൻ വന്നു എന്ന് കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ അസ്ത്രം ഉപയോഗിക്കുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട പെരുവിരൽ മുറിച്ചെടുത്ത പുരാണമുള്ള രാജ്യമാണ് നമ്മൾ. ആ പെരുവിരൽ മുറിച്ചെടുത്ത ദളിതൻ്റെ, അവർണൻ്റെ അവകാശത്തെ കവർന്നെടുത്ത ദ്രോണാചാര്യരുടെ പേരിൽ ഏറ്റവും മികച്ച കായിക പരിശീലകനുള്ള അവാർഡ് സമ്മാനിക്കുന്ന രാജ്യമാണ് ഇന്ത്യ. ആ രാജ്യത്ത് നിന്ന് PU ചിത്ര എന്ന് പറയുന്ന അച്ഛനും അമ്മയും കൂലിപ്പണിക്കാരായിട്ടുള്ള, യാതൊരു വിധത്തിലുള്ള സാമ്പത്തികമോ സാമൂഹികമായിട്ടുള്ള ഏറ്റവും പിറകിൽ നിൽക്കുന്ന ഒരു പെൺകുട്ടിക്ക് ഇത്തരത്തിലുള്ള ഒരു മോശമായിട്ടുള്ള അനുഭവം ഉണ്ടായി എന്നുള്ളതിൽ എനിക്ക് യാതൊരുവിധ അത്ഭുതവും ഇല്ല എന്നുള്ളതാണ് പറയാനുള്ളത്. ഇവിടെ മത്സരിക്കുന്ന ആളുകളെക്കാൾ കൂടുതൽ പരിശീലകരും നിരീക്ഷകരുമായിട്ടുള്ള ആളുകൾ അത്ലറ്റിക് മീറ്റിന് വേണ്ടി പോവുകയാണ്. ഇത്തരത്തിൽ ആർക്കാണ് പ്രയോറിറ്റി കൊടുക്കേണ്ടത്? ഏറ്റവും കഷ്ടപ്പെട്ട് അധ്വാനിച്ച് അവരുടെ ജീവിതം തന്നെ ഈ കായിക മേഖലയ്ക്ക് വേണ്ടി ഉഴിഞ്ഞുവെച്ച് അതിനു വേണ്ടിയിട്ടുള്ള വലിയ കഷ്ടപ്പാടുകൾ സഹിച്ച് പരിശീലനം നടത്തി കായിക മത്സരത്തിൽ പങ്കെടുക്കാൻ പോകുന്ന ആളുകൾക്ക്, അവർക്ക് എക്കണോമിക് ക്ലാസ്സിലും അതുപോലെ തന്നെ പരിശീലകർക്ക് ബിസിനസ് ക്ലാസ്സിലും ടിക്കറ്റ് നൽകുന്നത് തൊട്ട് അങ്ങനെ ഓരോ ഘട്ടത്തിൽ നോക്കിയാലും പരിശീലകർ അല്ലെങ്കിൽ നിരീക്ഷകർ എന്ന് പറയുന്ന ഒരു മേലാള വർഗത്തിൻ്റെ അവകാശമായി അവർക്ക് വിവിധ രാജ്യങ്ങൾ സന്ദർശിക്കാൻ, അവിടെ പോയി ഷോപ്പിംഗ് നടത്താൻ, അവിടെ പോയി കറങ്ങാനുള്ള ഒരു അവസരമാക്കി മാത്രമാണ് ഈ കായിക രംഗത്തെ നമ്മുടെ ഗവൺമെൻറ് കാണുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ത്യയുടെ 100ൽ 1 ജനസംഖ്യ പോലും ഇല്ലാത്ത രാജ്യങ്ങൾ പോലും വലിയ നേട്ടങ്ങൾ കായിക മേഖലയിൽ ഉണ്ടാക്കുമ്പോൾ അവരെല്ലാം തന്നെ ഒട്ടനവധിയായിട്ടുള്ള മെഡലുകൾ വാരിക്കൂട്ടുന്ന, ഒളിമ്പിക്സിലടക്കം വാരിക്കൂട്ടുന്ന സമയത്ത് ഒരു വെള്ളിയുടെയോ ഒരു വെങ്കലത്തിൻ്റെയോ പേരിൽ മാത്രം നമുക്ക് ആഘോഷിക്കുകയും അതിൻ്റെ പേരിൽ മാത്രം നമുക്ക് സ്വീകരണങ്ങൾ ഏർപ്പെടുത്തുകയും അതിൻ്റെ പേരിൽ മാത്രം ആഹ്ലാദിക്കാൻ വിധിക്കപ്പെട്ടവരുമായി 20 കോടിയിലധികം ജനസംഖ്യയുള്ള നമ്മുടെ രാജ്യം മാറുന്നതിൻ്റെ ഉത്തരവാദിത്വം ഇത്തരത്തിലുള്ള അത്ലറ്റിക് ഫെഡറേഷനും അതിന് നേതൃത്വം കൊടുക്കുന്ന ഗവൺമെൻറ്റിനുമാണ്. അവർ ഇതുവരെ തുടർന്ന് വന്നിട്ടുള്ള പ്രക്രിയയുടെ ഭാഗം മാത്രമാണ് PU ചിത്രയുടെ ഈ പുറത്താകൽ. അത്തരത്തിലുള്ള പുറത്താകൽ ഇനിയും ഉണ്ടാകും എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ശക്തമായിട്ടുള്ള നടപടികൾ ഇനിയെങ്കിലും സ്വീകരിക്കാൻ അധികൃതർ തയ്യാറാവണം. PU ചിത്രക്ക് കേരളത്തിലെ പൊതുസമൂഹം ഒന്നടങ്കം ഗവൺമെൻറ്റും നൽകിയിട്ടുള്ള ഈ പിന്തുണ തീർച്ചയായും ഇത്തരത്തിൽ ഇന്ത്യൻ കായിക രംഗം പിറകോട്ടടിക്കുന്ന സമീപനങ്ങൾ സ്വീകരിക്കുന്ന ആളുകൾക്കിടയിലും നമുക്ക് ആശ്വാസം നൽകുന്നതാണ്. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഇനിയും നമ്മുടെ ഗവൺമെൻറ്റിൽ നിന്നും നമ്മുടെ പൊതുസമൂഹത്തിൽ നിന്നും പൊതുജനങ്ങളിൽ നിന്നും ഉണ്ടാകുന്നതിലൂടെ മാത്രമേ ഇത്തരത്തിലുള്ള എല്ലാ പുഴുക്കുത്തുകളും മാറ്റിക്കൊണ്ട് നമുക്ക് കായിക രംഗത്ത് മുന്നേറാൻ വേണ്ടി സാധിക്കൂ. PU ചിത്രയുടെ കൂടെ ഞാനും എൻ്റെ സംഘടനയും എല്ലാവിധത്തിലുള്ള സഹായങ്ങളുമായി ഉണ്ടാകും. എല്ലാ പിന്തുണയും ഞങ്ങളുടേത് PU ചിത്രക്കുണ്ടാകും.